വൈകുന്നേരവും രാത്രിയായിട്ട് ഇവിടുന്ന് 2 ചിക്കൻ ബിരിയാണിയും 2 തന്തൂരി ചിക്കനും 1 പ്ലേറ്റ് ഡ്രാഗൺ ചിക്കനും പിന്നെ ഒരു തന്തൂരി റൊട്ടിയും പിന്നെ ഒരു പ്ലേറ്റ് ഫിഷ് ഫിംഗേഴ്സും തന്നെയാണ് കഴിച്ചത്. അതിൽ ഈ ബിരിയാണി ഉണ്ടല്ലോ, ഇതൊരു രക്ഷയില്ലേനുവേ. നല്ല സോഫ്റ്റ് ബിരിയാണി റൈസും ആയിരുന്നു, പിന്നെ ചിക്കനും പ്രോപ്പർലി കുക്ക്ഡ് ആയിരുന്നു കേട്ടോ. 2 കോഴീൻ്റെ പീസും ഉണ്ടേനും പിന്നെ അതേ കോഴീൻ്റെ ആണെന്ന് തന്നെ തോന്നിപ്പിക്കുന്ന ഒരു മുട്ട ഉണ്ടേനും. വൈകുന്നേരം ഇവിടുന്ന് കഴിച്ച ബിരിയാണിയിലെ 2 കോഴീൻ്റെ പീസും നല്ല സൂപ്പർ സോഫ്റ്റും ജ്യൂസി തന്നെ. പക്ഷേ രാത്രി കഴിച്ചത് കുറച്ചൊന്ന് ചൂയേനും കേട്ടോ. ഇതാണ് തന്തൂരി ചിക്കൻ. തന്തൂരി ചിക്കൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയ പീസൊന്നുമല്ല, ഒരു മീഡിയം റേഞ്ചിലൊരു ഈ പീസും പിന്നെ ഒരു കാലുമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം കഴിച്ചത് ഫിഷ് ഫിംഗർ ആയിരുന്നു. ഇതൊരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കരമായിട്ട് ഓയിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തന്തൂരി റൊട്ടിയും ഡ്രാഗൺ ചിക്കനും കൂടെ കൂട്ടി അങ്ങോട്ട് കുടിച്ച്. സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു ഡ്രാഗൺ ചിക്കൻ്റെ ഫ്ലേവർ ആയിരുന്നില്ലെങ്കിലും സംഭവം ഒരു രസമുള്ള ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അവസാനം പിന്നെ തന്തൂരി ചിക്കൻ മയോണീസിൽ മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് ചെന്നൈ കോയമ്പേട് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള KK ബിരിയാണിയാണ്. അപ്പോൾ ശരി.